Good morning, all. Good morning, teacher. Good morning. Good morning. Okay. Prayer പറഞ്ഞോട്ടോ. Ma'am, prayer. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുവാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സുരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു മാം. Signing out of the day. Teacher, quote of day. Positive is the state of mind that helps you to imagine and see the possibility of what you can learn, earn and achieve today. Thank you. Signing. Okay. അപ്പോൾ നമ്മള് ഏത് ചാപ്റ്റർ ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? മാം ഇനി നീഡ്സ് എടുക്കണം, മറ്റേത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഹാർട്ട് ടു സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിരുന്നു. അതിന് മോക്ക് ടെസ്റ്റ് കിട്ടിയോ? മോക്ക് ടെസ്റ്റും കിട്ടിയായിരുന്നു. മാം സെമിനാർ ഇന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്രേറ്റ് പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള സെമിനാർ ആണോ? അതെ മാം. MP17 അല്ലേ? ആരതി, ആൻസി, നർമിത, ഐഷ. ഓക്കെ, നമുക്ക് ഗ്രേറ്റ് പേഴ്സൺസിനെ കുറിച്ചിട്ട് സെമിനാർ എടുക്കാം. ഓക്കെ, ഞാനിത് ഷെയർ ചെയ്യാൻ മാറ്റിട്ട് വന്നിട്ട് ആരാ റെഡി ആയിട്ടുള്ളത് പേര് പറയുകയാണെങ്കിൽ നമുക്ക് സെമിനാർ എടുക്കാം. ജിൻസ് രാജീവ്. ഇന്ദിരാഗാന്ധി അല്ലേടാ? യെസ് മാം. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടാ. Good morning, ma'am. Good morning, everybody. Life story of Indira Gandhi. ഇന്ദിര പ്രിയദർശിനി ഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി 1917 നവംബർ 19 അലഹബാദിൽ ജനിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇവർക്ക് ഇന്ദിര പ്രിയദർശിനി ഗാന്ധി എന്ന പേര് നൽകിയത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലും വിദേശത്തുമായി വിദ്യാഭ്യാസം നേടി.
ശാന്തിനികേതനിലും പിന്നീട് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും അവർ പഠിച്ചു. അച്ഛനായ നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. നെഹ്റുവിന്റെ മരണശേഷം കോൺഗ്രസ് പാർട്ടിയിൽ അവർ പ്രധാന സ്ഥാനം വഹിച്ചു. 1966 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധി 4 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1984 ഒക്ടോബർ 31 അവരുടെ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെപ്പിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. അവരുടെ മരണം രാജ്യത്തെ നടുക്കി. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അധ്യായമാണ്. അവർ സ്ത്രീ ശക്തിയുടെ പ്രതീകമായി, ശക്തയായ ഭരണാധികാരിയുമായി ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി, മക്കൾ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി. ഇന്ദിരാഗാന്ധി ഈസ് നോൺ ആസ് ദ അയൺ ലേഡി ഓഫ് ദ ഇന്ത്യ. താങ്ക് യു മാം. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. ആൻസി. ടീച്ചർ ഞാൻ മദർ തെരേസയുടെ ആണേ. പറയട്ടെ ടീച്ചർ? 1910 ഓഗസ്റ്റ് 26 ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഉസ്കൂപ്പിൽ ആഗ്നസ് ഗൊൺഷ ബൊജോസ്കിയു എന്ന സ്ഥലത്താണ് മദർ തെരേസ ജനിച്ചത്. ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി ഉപവി പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിനിയായിരുന്നു മദർ തെരേസ. യഥാർത്ഥ പേര് അന്യാസ ഗൊൺജെ ബൊയോജ്യു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസി സഭ സ്ഥാപിച്ച കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളിലൂടെ പേരിൽ 1979 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകപ്പെട്ടു. 2016 സെപ്റ്റംബർ 4 മദർ തെരേസ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മദർ തെരേസയുടെ കീഴിൽ വളർന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി ഇതര രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിച്ചു. 45 വർഷത്തോളം ലോകത്തിലെ വിവിധ ഇടങ്ങളിലെ ആശരണരുടെയും രോഗികളുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു മദർ തെരേസ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. നൊബേൽ സമ്മാനം തുകയായ 1,92,000 അമേരിക്ക ഡോളർ പാവങ്ങൾക്കായി സംഭാവന ചെയ്യുന്നതിനായി അവർ പ്രഖ്യാപിച്ചു. ഭാരത സർക്കാർ മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനമായി ലഭിച്ച തുക മുഴുവൻ നികുതി വിമുക്തമാക്കി കൊടുത്തു. 1962 ഇന്ത്യ മദർ തെരേസയ്ക്ക് പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് ഈ ബഹുമതി നൽകുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. 1975 ഡിസംബറിൽ ടൈം മാസിക എന്ന പത്രം മദർ തെരേസയെ കുറിച്ചുള്ള ഒരു നീണ്ട ലേഖനവുമായിട്ടായിരുന്നു പുറത്തിറങ്ങിയത്. 1972 മദർ തെരേസ നൊബേൽ സമ്മാനത്തിനായ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുവെങ്കിലും അക്കാലം നൊബേൽ സമ്മാനം ആർക്കും തന്നെ നൽകിയിരുന്നില്ല. 1980 രാഷ്ട്രം ഒരു പൗരന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി ഇന്ത്യ മദർ തെരേസയായി ആദരിച്ചു. സെപ്റ്റംബർ 5 1997 മരണപ്പെട്ടു. മദർ തെരേസയുടെ മരണശേഷം എല്ലാ വിവിധ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് അവരുടെ മൃതദേഹം അടക്കം ചെയ്തത്. താങ്ക് യു. താങ്ക് യു ടീച്ചർ. പറയാമോ? ഞാൻ അബ്ദുൾ കലാമിനെ കുറിച്ചാണ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് എവരിവൺ. APJ അബ്ദുൾ കലാമിന്റെ പൂർണ്ണ നാമം പറയുന്നത് അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൾ കലാം. അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 15, 1931 രാമേശ്വരത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൾ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. ബാല്യകാലത്ത് തന്നെ പഠനത്തിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും വലിയ ആകർഷണം പുലർത്തി. അദ്ദേഹം ട്രിച്ചിയിൽ സെന്റ് ജോസഫ് കോളേജിൽ ഭൗതിക ശാസ്ത്രം പഠിച്ചു. തുടർന്ന് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠനം നടത്തി. ശാസ്ത്ര രംഗത്തെ സംഭാവനകൾ. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാന ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു.
ISROയിൽ സാറ്റലൈറ്റ് ലോഞ്ച് വാഹന പദ്ധതികളിൽ പ്രവർത്തിച്ചു. DRDOയിൽ പ്രതിരോധ ഗവേഷണങ്ങളിൽ നിർണായക പങ്കു വഹിച്ചു. ഇന്ത്യയുടെ മിസൈൽ വികസന പദ്ധതിക്ക് നേതൃത്വം നൽകി. അതിനാലാണ് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രപതിയായ കാലം. അദ്ദേഹം 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം യുവജനങ്ങളോട് കൂടുതൽ ഇടപഴകിയ രാഷ്ട്രപതിയായി അറിയപ്പെട്ടു. അദ്ദേഹത്തെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നും വിളിച്ചിരുന്നു. പുരസ്കാരങ്ങൾ. ഭാരത് രത്ന 1997 പത്മവിഭൂഷൺ 1990 പത്മഭൂഷൺ 1981 ലഭിച്ചിരുന്നു. പ്രധാന കൃതികൾ വിങ്സ് ഓഫ് ഫയർ, ഇഗ്നിറ്റഡ് മൈൻഡ്സ്, ഇന്ത്യ 2020. വ്യക്തിത്വം. ഡോക്ടർ കലാം ലളിത ജീവിതവും ഉയർന്ന ചിന്തയും പുലർത്തിയ വ്യക്തിയായിരുന്നു. യുവജനങ്ങളെ സ്വപ്നം കാണാനും കഠിനാധ്വാനം ചെയ്യുവാനും പ്രചോദിപ്പിച്ച അദ്ദേഹം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ലെജൻസി എന്ന് അറിയപ്പെടുന്നത് എ ബ്രില്യൻറ്റ് സയന്റിസ്റ്റ്, എ ഹംബിൾ ലീഡർ, എ ഗ്രേറ്റ് ടീച്ചർ ആൻഡ് ഇൻസ്പിറേഷൻ ടു യൂത്ത്. അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ട് എന്ന് പറയുന്നത് ഡ്രീം ഡ്രീം ഡ്രീം, ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? വേറെ ആരും ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ? ആ നർമ്മി മോദിന്റെ പറയാന്നല്ല പറഞ്ഞ മാം. ആണോ? ആ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പറഞ്ഞോളൂ. Okay. Narendra Modi was born on 17 September 1915, Vadanagar, Gujarat, India. He grew up in a simple family. His father, Damodar Das Mulchand Modi, sold tea at a railway station, and young Narendra helped him. From a young age, he was hard-working and interested in social service. He joined the Rashtriya Swayamsevak Sangh and later became a member of Bharatiya Janata Party. In 2001, he became the Chief Minister of Gujarat and served until 2014. In 2014, Narendra Modi became the Prime Minister of India. He was re-elected in 2019 and again in 2024. As Prime Minister, he introduced programs like Swachh Bharat Abhinay, Digital India and Make in India to improve cleanliness, technology and manufacturing in the country. Narendra Modi is known for his strong leadership and communication skills. His life story inspires many people because he rose from a humble background to become the leader of the world's largest democracy. Thank you, Miss. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. വേറെ ആരും യാലുനി? വേറെ ആരും പ്രിപ്പയർഡ് അല്ലല്ലോ? ഓക്കെ. ഇപ്പൊ നിങ്ങള് സെമിനാർ എടുത്തപ്പോ ഞാൻ കാര്യം ആലോചിച്ചെന്താന്ന് അറിയാമോ? ഇപ്പൊ നിങ്ങൾ എടുത്ത സെമിനാർ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെ? ഭാരതി ആൻസി നടന്നിട്ടൊക്കെ എടുത്ത സെമിനാർ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെ പറയണമെന്ന് നിങ്ങളുടെ ഒരു താല്പര്യം? ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂലേ? അല്ലെ? അപ്പൊ നമ്മള് ഇവിടെ കുഴപ്പമില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഗ്രേറ്റ് പേഴ്സൺസിനെ കുറിച്ചിട്ട് നിങ്ങള് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരാണെങ്കിൽ അപ്പൊ ഒരു കഥ പോലെ അത് രൂപകൽപ്പന ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ? കുട്ടികൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ കുട്ടികൾക്ക് അത് ഓർമ്മയിലുണ്ടാവും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് APJ അബ്ദുൽ കലാമിനെ കുറിച്ചൊരു കഥ ഞങ്ങളുടെ സാറ് പറഞ്ഞാണ്. അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത് എന്ന്. അപ്പോ അത് കഥ രീതിയിൽ സാറ് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് APJ അബ്ദുൽ കലാമിനെ കൊണ്ട് എന്ത് ചെയ്തു, കടൽ തീരത്ത് പോയി അതെങ്ങനെയാണ് പറക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രീമിലേക്ക് വന്നത്, ഡ്രീം രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. അങ്ങനെ അത് ഇന്നും ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ സാറ് പറഞ്ഞ കാര്യം
കുറെയൊക്കെ മറന്നുപോയി, എന്നാലും കുറച്ച് കഥയൊക്കെ നമ്മുടെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുന്നു. സാറ് പറയുന്ന രീതി, ശൈലിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓക്കെ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ, കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ കഥ പോലെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ബാക്കി എല്ലാവർക്കും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കഥയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് നീഡ്സ് എന്നാണ് അല്ലെ. എന്താ നീഡ്സ്? ആവശ്യങ്ങള്, ആവശ്യകതകള്. ഓക്കെ, പേജ് നമ്പർ 67, യൂണിറ്റ് 8, ചാപ്റ്റർ നെയിം നീഡ്സ്. ഇതൊക്കെ വലിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നീഡ്സ് എന്ന് പറയുന്നത്. ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതില് ആദ്യം കാണുന്ന സൈക്കോളജിക്കൽ നീഡ്സ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? കാണുന്ന നീഡ്സിന്റെ താഴെയിട്ട് അത് സൈക്കോളജിക്കൽ നീഡ്സ് എന്നല്ല, ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ് നോക്കാം കേട്ടോ. എല്ലാവരും അത് എഡിറ്റ് ചെയ്തേക്ക് കേട്ടോ. ചെയ്തോ എല്ലാവരും? ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ ആ ഒരു ഇമേജ്? ഓക്കെ, ഇതാണ് എന്താ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹയറാർക്കി തിയറി ആണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹം ഇതിനൊരു ട്രയാങ്കിൾ രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്സും മുകളിലേക്ക്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്ക് കയറുന്ന പോലെയാണ് ഈ നീഡ്സ് പറയുന്നത്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്? നമ്മൾ അതിനെ ഫുഡ്, വാട്ടർ, റെസ്റ്റ്, സ്ലീപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി നീഡ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ മുതിർന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്. അങ്ങനെ ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ബിലോങ്നെസ് നീഡിൽ വരുന്നത്. ഫ്രണ്ട്സ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, നമ്മളൊപ്പം നിൽക്കാനായിട്ട് നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഈ ബിലോങ്നെസ് നീഡിൽ വരും. നെക്സ്റ്റ് നീഡാണ് എക്സ്റ്റീം നീഡ്. പ്രസ്റ്റീജ്, സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് കിട്ടുക, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക, ഇതാണ് എക്സ്റ്റീം നീഡിൽ വരുന്നത്. അത് ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. അപ്പോ ഒരു കുട്ടീനെ സംബന്ധിച്ച്, ഞാൻ മുതിർന്നൊരു വ്യക്തിനെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് അല്ലേ? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ? ഉണ്ട്. സേഫ്റ്റി നീഡ് ഉണ്ട്, വീടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. തേർഡ് ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്താണ് വ്യക്തികളുണ്ട് ഇല്ലേ? അടുത്ത നീഡ് ഒന്ന് ശ്രദ്ധിക്കണം, പ്രസ്റ്റീജ്. നമ്മുടെ സൊസൈറ്റിയിൽ അത് നമ്മൾ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം പേരും
ഹൗസ് വൈഫ് എന്നൊരു ടാഗിലായിരിക്കും ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. വീട്ടിലൊന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. ഞാനും അതായിരുന്നു കേട്ടോ. ഞാനും ഹൗസ് വൈഫായിരുന്നു. ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പഠിച്ച എന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ റിലേറ്റീവ്സ് തന്നെ ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങള് എന്റെ ഫാമിലിയില് 2 പെൺകുട്ടികളാണ്. അച്ഛനോടും അമ്മയോടും ആദ്യമേ എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര എതിർപ്പായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തില്. എന്തിനാ അവരെ പഠിപ്പിക്കുന്നത്, മറ്റൊരു വീട്ടിലേക്ക് പോകണ്ടല്ല, അവര് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞു, ഇല്ല, അവർക്കൊരു എഡ്യൂക്കേഷൻ, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം കാലിൽ എപ്പോ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. സത്യമായിട്ടാണ്. കാരണം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു എത്ര വർഷമാണ്, 5 വർഷത്തോളം വർക്കൊന്നും ചെയ്തില്ല. ആ സമയത്ത് ഞാൻ എന്റെ PG കംപ്ലീറ്റ് ചെയ്തെടുത്തു. അല്ലാതെ വേറെ വർക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചെറുതായിട്ട്, നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. അപ്പൊ എന്നോട് അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാര് പറഞ്ഞു, കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞോളാൻ പറഞ്ഞു. ആദ്യം 2 കുട്ടികളായിരുന്നു വന്നത്. അവര് KG സെഷനിലാണ് വന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് മൂത്ത ആള് ഫസ്റ്റിലും രണ്ടാമത്തെ ആള് KG-യാണ്. അപ്പൊ അങ്ങനെ വന്നു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോ ആ കുട്ടികളിൽ ഒത്തിരി മാറ്റം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കുട്ടികൾ വായിക്കാൻ തുടങ്ങുന്നു. ആദ്യം വരുമ്പോ അവർക്ക് വായിക്കാനൊന്നും അറിഞ്ഞൂടാ. അവർ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുഞ്ഞു കുട്ടികൾ ഈ ഒരു മാറ്റം വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അവരുടെ പാരന്റ്സ് വന്നിട്ട് നമ്മളോട് പറയും, മോളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ടേം എക്സാമിന് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. പണ്ട് എനിക്ക് എന്താ പറയാ, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച് മാർക്ക് വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം ഞാൻ കാരണം ആ കുട്ടികളിൽ വന്ന മാറ്റത്തില് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. ഇന്ന് അവര് 9th-ലും 8th-ലും പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ അന്ന് പഠിപ്പിച്ച കുട്ടികള് ഇന്ന് മൂത്ത ആള് 9th-ലും ഇളയ ആള് 8th-ലും പഠിക്കുകയാണ്. അത്രയും വർഷമായിട്ടാണ് ഞാൻ ഈ പറയുന്ന കഥ നടക്കുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഭയങ്കര മാറ്റം കണ്ടു. അപ്പൊ ഒരു ഈ ഒരു ടീച്ചിങ്ങിനോട് ഞാൻ ഫുൾ അക്കൗണ്ട്സ് ഫീൽഡാണ്. കൊമേഴ്സ്, BCom, MCom, CMA ആ ഒരു ഫീൽഡായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് എന്തായാലും കരിയർ ഗ്രാഫ് വന്നിട്ടുണ്ട്. സോ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ടീച്ചിങ്ങിലേക്ക് തിരിയുന്നത്. ടീച്ചിങ് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ടീച്ചിങ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു അത് ഐഡന്റിഫൈ ചെയ്തെടുത്തത് ആ കുട്ടികളിൽ നിന്നാണ്. ആ കുട്ടികൾ ഓരോ സ്റ്റേജിലേക്ക് ഡെവലപ്പായി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 8th-ലും 9th-ലും പഠിക്കുക, നെക്സ്റ്റ് ഇയർ 10th-ലേക്കാണ് മൂത്ത ആള് വരുന്നത്. അപ്പൊ ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് ആ കാര്യത്തില്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മള് അപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടാം. അതിനിടയിൽ കുറച്ച് കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്റേതായ ചെറിയ കോഴ്സുകളും കാര്യങ്ങളുണ്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴും മറ്റുള്ളവർ പറയും, എന്തിനാ പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കല്ലേ, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മളൊരു കോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ പോയപ്പോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ, വീട്ടില് ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ, പിന്നെ വേറെ വരുമാനം എന്തിനാണ്, ഇവിടെ നിന്നാ പോരെ, നല്ല രീതിയിൽ നോക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്തിനാ നമ്മൾ പഠിച്ചിട്ട്, അങ്ങനെ എല്ലാവരും നമ്മളെ പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇല്ലേ? Yes, teacher. ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ മാറി ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ മാറി ടീച്ചിങ്ങിലേക്ക് വന്നു. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടിപ്പോ 2 ഇയേഴ്സിനോട് അടുപ്പിച്ചാവുന്നു. അപ്പൊ ഞാനിവിടെ ജോയിൻ ചെയ്തൊരു ടൈമില് ഞാൻ എന്റെ അച്ഛന്റെ ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിനെ യാദൃശ്ചികമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ടിൽ കണ്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ഈ ഫ്രണ്ട് അച്ഛനോട് എപ്പോഴും പറയും, പെൺകുട്ടികളെ പഠിപ്പിച്ച കാര്യമൊക്കെ ഇല്ലാന്ന് അച്ഛനോട് എപ്പോഴും പറഞ്ഞിരുന്ന ഫ്രണ്ടാണ്, എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വർക്ക് ചെയ്യാണ്, പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാന്ന് ചോദിച്ചു. ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഇത്രയും പഠിച്ചിട്ടൊക്കെ എന്തിനാ അവർക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആള് നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ എൻറ്റയർലി ചേഞ്ച് ആണ്. കാരണം റെസ്പെക്റ്റ് ആണ്. ടീച്ചറായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഓഫീസ് സ്റ്റാഫ് അല്ല ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ ഒരു പ്രത്യേക റെസ്പെക്ട്. ആള് നമ്മളെക്കാളും മൂത്തത്, അച്ഛൻ്റെ ഒക്കെ പ്രായമുണ്ട് നമ്മളോട്, പക്ഷെ ടീച്ചിങ് ആണ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക റെസ്പെക്ട് വരുന്നത് നമുക്ക് ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ നമ്മളുടെ പ്രൊഫഷന്, നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു പ്രൊഫഷന് പുറത്ത് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു എന്താ പറയാ അംഗീകാരമുണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത്. അത് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവട്ടെ, വലിയ കുട്ടികൾ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, എല്ലാവരും നമ്മൾ എന്താ പറയുന്നത്, ടീച്ചർ എന്നാ പറയുന്നത് അല്ലെ. ഒരു പ്രത്യേക റെസ്പെക്റ്റ് ആണ്.
അപ്പോ എനിക്ക് ആ ഒരു സമയത്താണ് എന്റെ എക്സ്ട്രീം നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റിയത്. എന്ന് വെച്ചാല് ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പുണ്ട്, അതൊന്നുമല്ല, പക്ഷെ ഞാൻ ടീച്ചർ ആണെന്ന് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. സോ അപ്പോ എക്സ്ട്രീം നീഡാണ്. പണ്ട് എന്താ പറയാ, ഇതിന്റെ വൈഫ് അല്ലെങ്കിൽ ഇന്നയാളുടെ മകള് അല്ലെങ്കിൽ ഇന്നയാളുടെ മരുമകള് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് അപർണ ടീച്ചർ എന്നാണ്. നമ്മുടെ ചെറിയൊരു ഗ്രാമത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് നമ്മളോട് പറയുന്ന പേര് ഇത് അപർണ ടീച്ചർ വരുന്നു, അപർണ ടീച്ചർ പറ, അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു അംഗീകാരമാണ് അവിടെ കിട്ടുന്നത്. ടീച്ചിങ്ങിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക, നമുക്ക് എന്ത് അഭിപ്രായവും സമൂഹത്തിൽ തുറന്നു പറയാൻ പറ്റും. നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് എക്സ്ട്രീം നീഡ്, നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ചിലപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പോഴാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എക്സ്ട്രീം നീഡ് കിട്ടിയത്, എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തത്. ഇത്രയും നാള് താഴത്തെ 3 നീഡ്സും എനിക്ക് ഉണ്ടായിരുന്നു. എക്സ്ട്രീം നീഡ് അതായത് ഞാൻ ടീച്ചർ ആയതിനു ശേഷം മാത്രമാണ്. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ എക്സ്ട്രീം നീഡിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോ നമ്മൾ ഈ ഒരു കോൺവെക്കേഷൻ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന നിമിഷമായിരിക്കും. നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു, ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം നീഡ് അച്ചീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങള് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യൂലേ, ആ സമയത്തായിരിക്കും നിങ്ങൾ എക്സ്ട്രീം നീഡ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്ട്രീം നീഡ് നമ്മൾ മറ്റുള്ളവരാൽ പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫീലിംഗ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ്, നമ്മൾ ചെയ്ത നേട്ടം നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അതാണ് എക്സ്ട്രീം നീഡ്. ക്ലിയർ ആണോ? ഇനിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമ്മള് ഒരു വ്യക്തിയുടെ ഏറ്റവും ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നമ്മൾ ആരാകണം എന്നാണോ നമ്മുടെ മൈൻഡ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് നമ്മൾ ഇന്നതായി തീരണം, നമ്മൾ ഇന്ന പോലെ നേടിയെടുക്കണം എന്നിട്ട് നമ്മളോട് നമ്മുടെ മൈൻഡ് എപ്പോഴാണോ പറയുന്നത് അത് അച്ചീവ് ചെയ്യുന്ന നിമിഷമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സത്യം പറയാൻ ഞാൻ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൈൻഡിലുണ്ടാവും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഗ്രഹം, പല കാരണങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ആരാകണം, നമ്മള് ഇന്നതായി തീരണമെന്ന് നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ, ആ ഒരു ആഗ്രഹമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ഇൻക്ലൂഡിങ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പത്തില് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോ ഡാൻസ് ഒക്കെ പഠിച്ച ആ ഒരു എന്താ പറയാ, നമുക്ക് ചില കാര്യങ്ങൾ പറയുന്ന ഒരിക്കലും പണിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മൾ നേടിയെടുക്കുമ്പോൾ അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തപ്പോ ചിലർക്ക് വീടുണ്ടാവില്ല, സ്വന്തമായിട്ട് വീടുണ്ടാവില്ല. അപ്പൊ അവര് കോഴ്സ് എടുത്തിട്ട് തന്നെ ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ചെറിയ വീട് എന്നൊരു സ്വപ്നമായിരിക്കും ചിലവർക്ക് സംബന്ധിച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഓരോരുത്തർക്കും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന്റെ ആഗ്രഹം എന്താണ്, എൻ്റർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോരുത്തരുടെയും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എങ്ങനെയാണ്, എൻ്റർലി ഡിഫറെന്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്താണുള്ളത്. ഇല്ല എല്ലാവർക്കും ജെൻസിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആർക്കും ഇല്ല. ആരും ചിന്തിച്ചിട്ടില്ല സെൽഫ് ആക്ച്വലൈസേഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താണ് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എന്റെ ആഗ്രഹം പറയണത്, എന്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം, ഒരു കുറച്ച് നിസ്സാര മാർക്കുകൾക്ക് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു എക്സാം അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയാ ഒരു കാര്യം, നിസ്സാര മാർക്കുകൾക്ക് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നിസ്സാര മാർക്കുകൾക്ക് എന്റെ കയ്യിൽ നിന്ന് അത് പോയിട്ടുണ്ട്. അത് നേടിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പോ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അത്രയും വലിയൊരു ആഗ്രഹം വേറെ ഇല്ല സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ആഗ്രഹമാണ് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോ നീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യം നോക്കുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്.
ബേസിക് നീഡിൽ വരുന്ന ആദ്യത്തെ നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്, ഫുഡ് ആൻഡ് വാട്ടർ. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന് ആദ്യം വേണ്ടത് ഫുഡും വാട്ടറാണ് അല്ലെ. ആ കുട്ടിക്ക് നല്ല രീതിയിൽ നമ്മൾ ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ, ഓർമ്മയുണ്ടാവും. അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും വേണം. കുട്ടിയുടെ നല്ല ഗ്രോത്തിന്, ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ പ്രോപ്പർ ആയിട്ട് ഫുഡും വേണം. അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷനും ഇജക്ഷനും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. ഫുഡ് പ്രൊവൈഡ് എനർജി ടു ഡു വർക്ക്. ഫുഡാണ് നമുക്ക് വേണ്ട എനർജി, വർക്ക് ചെയ്യാനുള്ള എനർജി തരുന്നത്. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും മെയിൻ്റെനൻസിനും ഹെൽപ്പ് ചെയ്യുന്നതും എന്താണ്? ഫുഡ് ആണ്. പ്രൊട്ടക്ട് ഫ്രം ഡിസീസ്. അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? ഫുഡാണ്. ആൻഡ് പെർഫോം സൈക്കോ സോഷ്യൽ ഫങ്ഷൻ ടു. നമ്മുടെ സൈക്കോ സോഷ്യൽ ഫങ്ഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും നമുക്ക് പ്രോപ്പർ എമൗണ്ട് ഓഫ് ഫുഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ സൈക്കോ സോഷ്യൽ ഫങ്ഷൻ, നമ്മുടെ മോട്ടോർ എബിലിറ്റി, മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആകുന്നത്. ഇനി ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് എന്താണ് മെനി ബോഡി ഫങ്ഷൻ. നമ്മുടെ ബോഡി ഫങ്ഷൻസ് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ at the right time help the child to stay healthy and happy. കുട്ടികളെ ഹെൽത്തിയും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡും വാട്ടറും റൈറ്റ് ടൈമിൽ കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെയാ? എങ്ങനെയാ? സാധാരണ സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കളിക്കുന്ന കുട്ടികള് കുറച്ചു നേരം ഫുഡ് കഴിക്കാനായിട്ട് ലേറ്റ് ആയി കരച്ചില് ഭയങ്കരമായിട്ട് ബഹളത്തിക്കും അല്ലെ. അപ്പോ അത് നോർമലാണ്. അതെന്താണ്? അവർ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും. എന്റെ മോൾ അങ്ങനെയാട്ടോ. അല്ലാത്ത സമയത്തൊക്കെ നല്ല കുട്ടിയാണ്. നല്ല കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും അവൾ അറേഞ്ച് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും ഗൈഡ് കൂടി ചെയ്യണ്ട, പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും. പക്ഷെ വിശന്ന് കഴിഞ്ഞാൽ ആളെ പിടിച്ചാൽ കിട്ടൂല. വിശന്ന് കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളൊരു പരസ്യം കാണില്ലേ, ഇന്ന ആളല്ലാതെ ആവുന്നത്, അതേപോലെ. അപ്പോ എന്താ പറയാ, സഫീഷ്യന്റ് എമൗണ്ട് ഫുഡും വാട്ടറും കറക്റ്റ് ടൈമിൽ കൊടുക്കണം. കുട്ടികളെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ഫുഡും വാട്ടറും കൊടുക്കണം, കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? എത്ര ലിറ്റർ വെള്ളം കുടിക്കണം കുട്ടികൾ? ടീച്ചർ നോർമലി 5 liters എന്നാണ് പറയുന്നത്. 5 or 6 ഡോക്ടർ ആണോ? കുട്ടികളോ? അല്ല, കുട്ടികളല്ല, ഞാൻ പൊതുവേ ഉള്ള കാര്യം പറയുന്നത്. ആണോ? ഞാൻ കേട്ടിട്ട് 2 liters ആണ് എന്താണ് മുതിർന്നവർ കുടിക്കണമെന്നാണ്. വെള്ളമായിട്ട് 2 liters കൂടുതൽ കുടിക്കണം എന്നാണ് കേൾക്കുന്നത്. 8 ഗ്ലാസ് വെള്ളം കുടിക്കണം അങ്ങനെയല്ലേ കേൾക്കാറ്? 5 ആണോ? ഒരു 25 കിലോ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളം. അപ്പൊ നമ്മുടെ വെയിറ്റ് എത്രയാണോ അതനുസരിച്ചിട്ട് വെള്ളം കുടിക്കണം എന്നാണ് പറയാറ്. സാധാരണ എല്ലാവർക്കും എത്ര വെയിറ്റ് ഉണ്ട്? 50, 55, അതിൽ കൂടുതലുണ്ടോ? ഓക്കെ. ഒരു എന്താ പറയാ, ഒരു അഡൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുതിർന്നൊരു വ്യക്തി 2 liters വെള്ളം മിനിമം കുടിക്കണം എന്ന് പറഞ്ഞു. ഒരു 8 ഗ്ലാസ് വെള്ളം. അത് നമ്മള് വെള്ളമായിട്ട് മാത്രം കുടിക്കണം. നമ്മൾ ചായ കുടിക്കൂലേ, ജ്യൂസ് കുടിക്കൂലേ, അതൊന്നും ഇൻക്ലൂഡഡ് അല്ല. അല്ലാതെ വെള്ളമായിട്ട് എത്ര ഗ്ലാസ് കുടിക്കണം? 8 liters കുടിക്കണം. നമ്മൾ ചായ കുടിക്കുന്നത് അത് കൂട്ടാൻ പറ്റില്ല. കോഫി, ടീ, ജ്യൂസ്, സോർബറ്റ് അതൊന്നും പാടില്ല. അതൊന്നും കൂടാതെ 8 ഗ്ലാസ് വെള്ളം നമ്മൾ മിനിമം ഒരു വ്യക്തി കുടിക്കണം, മുതിർന്നൊരു വ്യക്തി. ഇനി കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലോ, കുട്ടികളെ സംബന്ധിച്ച് ഒരു 1 to 3 years ആണെങ്കിൽ, ഒരു 3 years ഒക്കെ ഉള്ള ഒരു കുട്ടി, എന്താ പറയാ 3 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു 1 liter
1 ലിറ്റർ, അതേപോലെ 8 years ആണെങ്കിലും ആ ഒരു റേഞ്ച് 1 to 2 റേഞ്ചിൽ ഉള്ളിൽ കുടിച്ചാൽ മതി. ഒരു 4 cups ഒക്കെ കുടിച്ചാൽ മതി 3 വയസ്സുള്ള ഒരു കുട്ടി, 4 glass of water. പിന്നെ ഒരു 8 years, 4 to 8 years ആണെങ്കിൽ 5 glasses of water. 9 to 30 അങ്ങനെ അവര് 2 liters ഉള്ളില് 1 to 2 liters ഉള്ളില് വെള്ളം കുടിച്ചാൽ മതി. അപ്പൊ കറക്റ്റ് നമ്മള് നോക്കുമ്പോൾ നമ്മളെ കുട്ടികളുടെ ഏജ് എത്രയാണ്? 3 to 6 years ആണ്. സോ അവര് ഒരു 5 cup of water ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 1.5 ലിറ്ററോളം വെള്ളം. ചില അവരുടെ വാട്ടർ ബോട്ടിൽ ചിലപ്പോൾ 1 ലിറ്ററിന്റെ ആയിരിക്കും. നമ്മൾ കൺഫേം ചെയ്ത് എന്താണ് ആ വാട്ടർ ബോട്ടിൽ അവർ കുടിക്കുന്നുണ്ടോ? വാട്ടർ ബെല്ലുകൾ ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, കുറച്ചുകൂടി കഴിഞ്ഞ് നല്ല സമ്മർ സീസണാ വരാൻ പോകുന്നല്ലേ അല്ലെ? അപ്പൊ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. എന്നാൽ അവര് എന്താണ് ഹൈഡ്രേറ്റ് ആവാതിരിക്കുള്ളൂ. സോ കറക്റ്റ് എമൗണ്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് കുട്ടികളെ ശ്രദ്ധിക്കണം. ഇവര് കുടിക്കുന്ന പാല്, മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴികെ വെള്ളം ഇത്രയും കുടിക്കണം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പാല് കൊടുക്കാറുണ്ട്, മേ ബി ജ്യൂസോ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇതൊഴികെ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് 5 glasses of water എങ്കിലും കുടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലോത്ത് അടുത്ത ഒരു ഫിസിയോളജിക്കൽ നീഡാണ് ക്ലോത്ത്. ക്ലോത്ത് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? എന്തിന്റെ ബേസിലായിരിക്കണം നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യാനായിട്ട്? ക്ലൈമറ്റിന്റെ ബേസിലായിരിക്കും ക്ലോത്ത് സെലക്ട് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ വരാൻ പോകുന്ന ക്ലൈമറ്റ് ഏതാന്ന് എനിക്ക് അറിയാം, ഏതാണ് സമ്മർ സീസൺ. അപ്പൊ ഞാൻ പറഞ്ഞു കോട്ടന്റെ ഡ്രസ്സ് എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ നെറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നെറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇനി വരുന്നത് കോട്ടന്റെ ഡ്രസ്സ് എടുത്താൽ മതി. കാരണം അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് വിയർ ചെയ്യാനായിട്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോ വിയർ ചെയ്യാനാണെങ്കിലും കുട്ടിയുടെ സ്കിന്നിനൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ കോട്ടൺ ഡ്രസ്സുകളാണ്. ഞാൻ ഫ്രോക്ക് എടുത്തപ്പോൾ കോട്ടൺ എടുത്തത്. അപ്പൊ അതിൽ അവൾക്ക് ഇഷ്ടമുള്ളത് കളർ സെലക്ട് ചെയ്യാനായിട്ട് അവളോട് പറഞ്ഞു. അവളെ കാണിച്ചു കൊടുത്തിട്ട് അവളെ കൊണ്ട് തന്നെ ചെയ്തു സെലക്ട് ചെയ്യുക ചെയ്ത്. അപ്പം എന്താ പറയുക, കുട്ടിയുടെ സ്കിന്നിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് എടുക്കണം. ഒരുപാട് ടൈറ്റ് എടുക്കാൻ പാടുണ്ടോ? ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇല്ല. ഒരുപാട് വെച്ചാൽ ഇപ്പൊ നമുക്ക് ആദ്യം എടുത്ത ഡ്രസ്സ് 22 ആയിരുന്നു സൈസ്, അവൾ 24 ആണ്. അപ്പൊ 22 എടുത്തപ്പോ ഹസ്ബൻഡ് അവർക്ക് നല്ലതാണല്ലോ, കറക്റ്റ് പക്ഷെ ഭയങ്കര ടൈറ്റ് ആണ്. പക്ഷെ അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ടൈറ്റ് ആണ്, നമുക്ക് അത് എടുക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം 24 നോക്കാം അല്ലെങ്കിൽ 26 നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 24 നോക്കിയപ്പോൾ ആള് ഇത്തിരി ഇപ്പൊ വലുതാവുന്നുണ്ട്. കുട്ടികള് 4 years ഒക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം 4-5 years ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് ഒക്കെ കൊടുക്കും. ആള് വലുതാവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതോടെ പറഞ്ഞു 26 എടുക്കാം. അത് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഓക്കെയാണ്. അവളുടെ ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. 24 അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്ത് കുട്ടിക്ക് ഫ്രീലി അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പോസിബിൾ ആകുന്ന രീതിയിലുള്ള ഡ്രസ്സ് ആയിരിക്കാം വിയർ ചെയ്യാനായിട്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ കറക്റ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതൊരു എന്താ പറയാ കുറച്ച് ഓവറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇറുകിയിരിക്കുന്ന പോലെ തോന്നും. നമ്മുടെ ജസ്റ്റ് സൈസ് എടുക്കുന്നതാണ് നല്ലത്. എന്നെ സംബന്ധിച്ച് മീഡിയം ആണ് സൈസ്. ഞാൻ എപ്പോഴും എടുക്കാൻ ലാർജ് എടുക്കാം. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. പക്ഷെ എല്ലാവരും പറയും ഭയങ്കര ലൂസ് ആണല്ലോ എന്ന്. പക്ഷെ എനിക്ക് എനിക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നും. കാരണം നമുക്ക് അത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒത്തിരി എന്താ പറയാ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ബിലോ സൈസ് ആണെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ സ്കൂളുകളെ സംബന്ധിച്ച് കുട്ടികൾ എന്താണ് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ തന്നെ യൂണിഫോം അവരിട്ടിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ആദ്യം എടുക്കുമ്പോൾ അവർക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും, ആ കറക്റ്റ് ഭാഗമായിരിക്കും. പെട്ടെന്നായിരിക്കും ഒരു ഹൈറ്റ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ മാറുന്നത്, അല്ലെങ്കിൽ ബോഡി ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ അവർക്ക് അത് ടൈറ്റ് ആവും. അവർ സ്കിന്നിന് ഭയങ്കരമായിട്ട് എന്താ പറയാ അവരുടെ ബോഡിക്ക് ഭയങ്കര മൂവ് ചെയ്യാനോ മറ്റു കുട്ടികളെ പോലെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോ നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോത്ത് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. പെൺകുട്ടികളുള്ള അമ്മമാരുണ്ടോ ഇവിടെ? എത്ര വയസ്സുണ്ട് ആൻസിന്റെ കുട്ടിക്ക്? ടീച്ചർ എന്റെ മോക്ക് 4.5 വയസ്സ്. എന്റെ മോക്ക് 5 വയസ്സ്. ഓക്കെ. ആരതിരയോ? എന്റെ മോൾക്ക് 13 വയസ്സ്. ഓക്കെ. അർസു
മൂത്തയാൾക്ക് 4.5 വയസ്സ്, ഇളയാൾക്ക് 2 വയസ്സ്. 2 വയസ്സ്. അപ്പൊ കുഴപ്പമില്ല. അവിടെ ഞാൻ പറയട്ടെ, പെൺകുട്ടികൾ മാത്രമുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. അവരുടെ ഡ്രസ്സ് കൊണ്ട് നമ്മളുടെ കബോർഡൊക്കെ നടന്നിട്ടില്ലേ? ഒരു ഡ്രസ്സ് അല്ലേ? അതൊരു കുഴപ്പമില്ല. കാരണം മൂത്ത ആളുടെ ഡ്രസ്സ് നമുക്ക് ഇളയാൾക്ക് കൊടുക്കാം അല്ലേ? കുറച്ച് മാറ്റി വെച്ചാല്. പക്ഷെ എന്റെ വീട്ടില് ഞാൻ മൂത്തത് പെൺകുട്ടിയാണ്. എന്റെ മോള് മൂത്തത് പെൺകുട്ടിയാണ്. അപ്പൊ അവളുടെ ഡ്രസ്സ് വളരെ കൂടുതലാണ്. ഓരോ സ്റ്റേജസിൽ നമ്മളിങ്ങനെ ഡ്രസ്സുകൾ മാറ്റുമ്പോൾ അപ്പൊ ഒത്തിരി ഡ്രസ്സ് വരുന്നുണ്ട്. കാരണം ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ടാട്ടോ, ഞാനായിട്ട് വാങ്ങിച്ചു കൊടുക്കണ്ട. പക്ഷെ റിലേറ്റീവ്സും, കാരണം ഫാമിലിയിലെ ആകെയുള്ളൊരു പെൺകുട്ടിയാണ്. അതിൻ്റെതായ രീതിയിലാണ് എല്ലാവരും അവിടെ കാണാൻ വരും. എന്റെ വീട്ടിൽ നിന്നായാലും അനിയത്തി ആയാലും അനിയനായാലും എല്ലാവരും അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. ഡ്രസ് വെച്ചാൽ ഭയങ്കരമായിട്ട് എപ്പോഴും ഡ്രസ് വാങ്ങിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വാങ്ങിച്ചു പറഞ്ഞില്ലേ, അത് ഞാനും അമ്മയും കൂടി പോയതാ. പക്ഷെ ഞാൻ പൈസ കൊടുത്തില്ല. പക്ഷെ അത് അമ്മയാണ് വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ സെലക്ട് ചെയ്ത കൊടുത്ത്. അപ്പൊ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഏജ് കുറച്ചുകൂടി ഏജ് മാറുന്നതിനനുസരിച്ച് ഡ്രസ്സ് ഞാൻ മാറ്റും. അവൾ ഡ്രസ്സ് മാറ്റിയിട്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സാധാരണ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ നോക്കും. നമ്മുടെ സെയിം റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമാവുന്നില്ല. അപ്പൊ പാവപ്പെട്ട ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു എന്താ പറയാ ഓർഫനേജ് ഉണ്ട്, ചിലൊരു ക്രിസ്ത്യൻസിന്റെ ഒക്കെയാണ്. അപ്പൊ അവിടെ കൊടുക്കും ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും, അവിടെ കൊടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ വെറുതെ എന്താ പറയാ അലമാരി വെറുതെ നമ്മൾ പൂട്ടി വെച്ചിരിക്കുകയും പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷെൽഫിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വെറുതെ കവറിലോ എന്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മൂല്യം കൂടും അല്ലെ? ഞാൻ അന്ന് അവരെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ കുട്ടികള് ആ ഡ്രസ്സ് അവരെ സംബന്ധിച്ച് എന്റെ മോള് 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അവളൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് അതൊരു പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ അവർക്ക് പുറത്ത് കാണാൻ സന്തോഷമില്ല മക്കളെ. അത് എന്താ പറയാ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. അപ്പോ നിങ്ങളും മറ്റുള്ളവർക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിട്ട് വെറുതെ അലമാരികൾ നിറച്ച് വെച്ചിട്ട് കാര്യമില്ല. കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കാം, ഡ്രസ്സൊന്നും പിന്നെ ആവശ്യം വരില്ല. അപ്പൊ അത് മറ്റു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അവർക്ക് ഹാപ്പിനെസ്. അവരെ സംബന്ധിച്ച് അതൊരാൾ ഇട്ടതാണെന്നോ പഴയതാണെന്നോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അത് പുതിയ ഡ്രസ്സ്. അവർ ഇത്രയും നാൾ ഇട്ടിരുന്ന ഡ്രസ്സിനേക്കാൾ എത്രയോ നല്ല ഡ്രസ്സാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു സമയം. അപ്പൊ അങ്ങനെ പറ്റുകയാണെങ്കിൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ കുട്ടികളെ ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്ലോത്തിങ് ആണ്. പ്രോപ്പർ സെലക്ഷൻ ഓഫ് ക്ലോത്ത് കീപ് ദ ചൈൽഡ് സേഫ് ഫ്രം ദ ക്ലൈമാറ്റിക് ചേഞ്ചസ്. ക്ലൈമാറ്റിക് ചേഞ്ചസ് കുട്ടികളെ നല്ല രീതിയിൽ സേഫ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ വെയർ ചെയ്യണം. Clothes have to be comfortable, not only to delicate skin of the child, but should also let free movements of limbs. Free movements help you. Children feel very pleasant with their garments, have attractive design and color. കുട്ടികളുടെ എന്താ പറയാ ഡ്രസ്സ് കുറച്ചുകൂടി കളർ ഗാർമെന്റ്സ് കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് അത് ഇഷ്ടമായിരിക്കും. ഓക്കെ, ഇനി സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഇന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു? മടിയില്ലായിരുന്നോ? 4 years എന്നൊക്കെ പറയുമ്പോൾ KG പോകുന്ന കുട്ടികളാണ് അല്ലെ? രാവിലെ എഴുന്നേൽക്കാനായിട്ട് അമ്മ റെഡി ആയി ഞാൻ പോവാണെന്ന് പറഞ്ഞാ വന്നത്, അല്ലെങ്കിൽ അവർ ഉറങ്ങിയായിരുന്നോ? മടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്റെ വീട്ടിലെ മോളിലെ ആള് ഉറങ്ങാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി ഇന്നലെ. പക്ഷെ സാധാരണ അല്ലെങ്കിൽ നേരത്തെ ഉറക്കുന്നതാ. ആള് ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തില്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് അമ്പലത്തിൽ നല്ല ഉത്സവമാണ്. അവിടെ പോയിട്ട് വന്നപ്പോ ലേറ്റ് ആയി. 10 o'clock ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ 11 o'clock ഒക്കെ ആയി ഉറങ്ങിയപ്പോ. ഇന്ന് രാവിലെ എഴുന്നേക്ക് നല്ല മഴ, അല്ലെങ്കിൽ 7:30 ഒക്കെ ആകുമ്പോഴേക്കും ബീച്ച് എഴുന്നേക്കുന്നത്. ഇന്ന് 8:50 ഒക്കെ ആയി. സോ ആള് നല്ല മഴയായിട്ട് വന്നത്. നമ്മളപ്പോ ഉറക്കത്തിൽ എഴുന്നേക്കുമ്പോ ആൾക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഇഷ്ടാവില്ല. അവള് ഉറങ്ങി അവള് എഴുന്നേക്കാണെങ്കിൽ അവള് നല്ല ഫ്രഷ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് കറക്റ്റ് എമൗണ്ട് സ്ലീപ്പും റെസ്റ്റും കിട്ടണം അല്ലെ? വളർന്നുകൊണ്ടിരിക്കുന്ന ഏജ് ആണ്, അവർക്ക് കറക്റ്റ് എമൗണ്ട് സ്ലീപ്പും റെസ്റ്റും കിട്ടണം. Child must be allowed to get
enough sleep and rest. കുട്ടികൾക്ക് കറക്റ്റ് എമൗണ്ട് സ്ലീപ്പും റെസ്റ്റ് കിട്ടണം. ദിസ് ഗീവ് റെസ്റ്റ് ടു ബോഡി ഓർഗൻസ്. അപ്പോൾ മാത്രമാണ് കുട്ടികളുടെ ബോഡി ഓർഗൻസിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങൾ കിട്ടുക. The child feel fresh when wake up. Spelling test 1 minute. വാക്കിംഗ് എന്നല്ല അതിൽ വന്നിരിക്കുന്നത്, വേക്കപ്പ് ആണ്. വേക്കിംഗ് അപ്പ് എന്നാക്കുന്നു കേട്ടോ. അതിൽ എല്ലില്ല, അതിന്റെ ആവശ്യമില്ല കേട്ടോ. WAKING എന്നാക്കോ, WAKING എന്നാക്കോ. വാക്കിംഗ് അപ്പ് അവിടെ കിടക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വേക്കിംഗ് അപ്പ്. എഴുന്നേൽക്കുമ്പോൾ കുട്ടികൾ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ എമൗണ്ട് സ്ലീപ്പും റെസ്റ്റും കിട്ടണം. ഓക്കെ, വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. കുട്ടികളെ ഉറക്കത്തിന് എഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറുമ്പൊക്കെ കാണിക്കും. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെ. അവര് ഉറങ്ങി ക്ഷീണമൊക്കെ മാറി എഴുന്നേൽക്കുമ്പോൾ അതിനൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും തോന്നുന്നത്. പക്ഷേ ഇല്ലേ, സാധാരണ എല്ലാ വീട്ടിലും മൺഡേ ടു ഫ്രൈഡേ വരെയാണ് കുട്ടികൾക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര വിഷമം. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ അവർ നമ്മളെക്കാൾ നേരത്തെ എഴുന്നേക്കും. നമ്മൾ സാറ്റർഡേ സൺഡേ കുറച്ച് നേരം ഒന്ന് കിടക്കാന്ന് വിചാരിക്കും. ഒരു 7 o'clock അല്ലെങ്കിൽ 8 o'clock വരെ ഒന്ന് പെട്ടെന്ന് വൈകി പോകാൻ വിചാരിക്കുമ്പോൾ ഒരു 6 o'clock തന്നെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഒപ്പം കളിക്കും. പിന്നെ നമ്മൾ അവരുടെ ഒപ്പം എഴുന്നേക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത് രാത്രി കുറച്ച് വൈകി എഴുന്നേക്കാം, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 6 മണി 5:30 എന്റെ ഇളയത് 5:30 ആവുമ്പോഴേക്ക് എഴുന്നേക്കും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് കളിക്കും. പിന്നെ ചേച്ചിനെ പോയി വിളിക്കും. ഭയങ്കര ഇതാണ്, നമ്മളെ എഴുന്നേൽപ്പിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്കിത് പോകണം, നമുക്ക് നേരത്തെ പോകണം. അങ്ങനെയാണെങ്കിൽ അവൾ കിടന്ന് നന്നായിട്ട് ഉറങ്ങും. ഒരു ശരീരം ഭയങ്കരമായിട്ട് ഉറങ്ങും. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. അപ്പോ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും സ്ലീപ്പൊക്കെ കിട്ടണം. നമ്മളത് ഉറപ്പ് വരുത്തണം. വലിയ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് 10 hours എങ്കിലും കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മുതിർന്നവരെ സംബന്ധിച്ച് ഒരു 7 to 8 hours, 8 hours കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ നോക്കണം. ഉറക്കം കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വീട്ടിലെ ഫാമിലി തന്നെ പറയും എനിക്ക് ഭയങ്കര ഉറക്കമാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്റെ ഫാമിലി പറയുന്നുണ്ട്. ഞാനൊരു 5 മിനിറ്റ് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തോന്നും. കാരണം എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്. സോ മെഡിസിൻ കഴിച്ചിരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു, ക്ഷീണമൊക്കെ. പക്ഷെ ഇപ്പൊ നോർമൽ ആയി കഴിഞ്ഞപ്പോ ആ പ്രശ്നവും കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ നമ്മള് മറ്റുള്ളവർ ഇങ്ങനെ ഉറങ്ങുന്നവരാണ്, ഫുൾ ടൈം ഉറക്കമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണേക്കാൾ മുമ്പ് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായിരിക്കും. ഞാൻ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കേട്ടത് ഫാമിലി. ഞാനിപ്പം വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് എങ്ങനെ കളിയാക്കുമായിരുന്നു, ഉറങ്ങി പോവാണ്, എപ്പോഴും ഉറക്കമാണ് വെക്കും, ഭയങ്കര ക്ഷീണം, ഉറക്കം. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ പറയും അമ്മയുടെ തൈറോയ്ഡ് ഉള്ളതുകൊണ്ടാണ് എഴുന്നേക്കാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് പറ്റില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് അല്ലെങ്കിൽ ഇറങ്ങും. 5 o'clock എനിക്ക് ഒട്ടുമില്ല. ഒരു 6 o'clock കറക്റ്റ് എന്താ പറയാ അലാറം വെച്ച പോലെ എഴുന്നേക്കും. മരുന്നിന്റെ ഡോസും കാര്യങ്ങളായിരിക്കും കറക്റ്റ് ആയിട്ട് ടൈമിന് എഴുന്നേക്കാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് മുമ്പ് എഴുന്നേക്കാൻ പറ്റില്ല, എഴുന്നേറ്റാൽ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയ്ക്കുമായിരിക്കും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോന്ന് പാരന്റ്സ് ഉറപ്പുവരുത്തണം. അവർ നേരത്തെ ഉറക്കുകയും വേണം, അതേപോലെ തന്നെ നേരത്തെ ഉറക്കുകയും വേണം. നേരത്തെ ഉണരാനായിട്ട് നമ്മള് അവരെ പ്രാക്ടീസ് ചെയ്യിക്കണം. ശീലിപ്പിച്ചാൽ മാത്രമാണ് അവരത് ഫോളോ ചെയ്യുള്ളൂ. റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പും റെസ്റ്റും കിട്ടുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഈ 3 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ എല്ലാവരും.
ഓക്കെ, റീഡിംഗ് എല്ലാവരും. ബാക്കിയുള്ള പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലേ? ഈ ഒരു ഇമേജ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കോ? ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമുക്ക് ചാപ്റ്ററിലെ ഒരു സ്ഥലത്ത് ഒന്ന് എഴുതാൻ പറ്റുമോ നോക്കൂ. ഇത് ഇവിടെ ഇട്ട് ഇവിടെ ഒരു സ്പേസ് ആണ്, നിങ്ങള് കുറച്ച് സ്പേസ് കാണുന്നുണ്ടോ? ഇവിടെ അതൊന്ന് വരച്ച് സെറ്റ് ചെയ്ത് വെക്കും. ഇത് ഈ ഒരു ഇമേജ്. ഓക്കെ, ടീച്ചർ ഇതേ സെയിം എഴുതിയാ മതിയോ? എന്താണ് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിന്റെ സെയിം തന്നെ അതിൽ എഴുതിയാ മതിയോ? അത് മതി. ട്രയാങ്കിൾ പോലെ വരയ്ക്കണം, ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഞാൻ ലീഡ്സിന്റെ പേര് ഒരു ബോൾഡ് ആക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങള് ബോൾഡ് ആക്കിയ കുഴപ്പമില്ല, ഒന്ന് ഇട്ടാൽ മതി. ബാക്കിയൊക്കെ എക്സാമ്പിൾ ആണ്. ബ്രാക്കറ്റിലാക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ബ്രാക്കറ്റിൽ എഴുതാം, ഹെഡിങ് കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ ആണോ? ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, അപ്പോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കിയുള്ള പോർഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you. Thank you, ma'am.